വളരെ സന്തോഷത്തോടും ഏറെ അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ വേദി പങ്കിടുന്നത്. 1984 കോഴിക്കോട് ഈ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആരംഭിക്കുമ്പോൾ അന്ന് മാക്ടയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ അതിൻ്റെ ഭാഗമൊക്കെയാകുകയും പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. പിന്നെ ഇങ്ങോട്ട് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ഈ IFFIയുടെ വളർച്ച ഞാൻ നേരിൽ കണ്ടു. ഇപ്പം ഞാൻ അഭിമാനത്തോടുകൂടെ നിൽക്കുന്നത് ഞാൻ KSFDC ചെയർമാനായി ഈ മേള പങ്കിടുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനവും അതിലേറെ സന്തോഷവുമാണ്. എന്തായാലും ഈ കഴിഞ്ഞ 30 വർഷമായിട്ടുള്ള ഈ മേളയുടെ വളർച്ച അത് നോക്കിക്കണ്ട എല്ലാവർക്കും, സിനിമകൾ കൊണ്ട് ആസ്വദിച്ച് അനുഭവിച്ച എല്ലാവർക്കും അത് വളരെ നല്ല ഒരു സംഭവമായി തോന്നുന്നു. അതിന് ഈ വർഷത്തെ ഈ 30ാമത് ചലച്ചിത്ര മേള സംഘടിപ്പിക്കാനൊരുങ്ങിയ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ റസൂൽ പൂക്കുട്ടി, അതിലെ മറ്റംഗങ്ങൾ, പിന്നെ ഇതിനുവേണ്ടി അജീവാനന്ദം പരിശ്രമിക്കുന്ന ഓടി നടക്കുന്ന ശ്രീ അജോയ്, എത്ര തിരക്കിലാണെങ്കിലും എപ്പോൾ വിളിച്ചാലും ഫോൺ അപ്പം എടുക്കും, ഇല്ലെങ്കിൽ തിരിച്ചപ്പം വിളിച്ചിരിക്കും. അത്രയേറെ ഉത്തരവാദിത്തത്തോടുകൂടി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീ അജോയ്. പിന്നെ ഇവിടെ പറഞ്ഞപ്പോൾ KSFDC ചെയർമാൻ എന്ന നിലയിൽ KFMനെ പറ്റി ഒരു 2 വാക്ക്. കേരള ഫിലിം മാർക്കറ്റ്, എൻ്റെ മുൻഗാമിയായിരുന്ന ഷാജി സാർ, ഷാജി എനിക്കരും അദ്ദേഹത്തിൻ്റെ ആശയത്തെ ഉപയോഗിച്ചാണ് ഫിലിം മാർക്കറ്റ്. അത് 2 വർഷം അദ്ദേഹം വളരെ ഭംഗിയായി നടത്തി. ഞാൻ ചെയർമാനായി ചാർജ് എടുത്ത ഉടൻ തന്നെ MD പോയി തോന്നുന്നു, പ്രിയദർശൻ MD, ഞാൻ അദ്ദേഹമായിട്ട് ആലോചിച്ചു. ഞാൻ പറഞ്ഞു ഇത് എത്രയും ഭംഗിയായി ഈ വർഷം ഇത് നടത്തണം എന്ന് പറഞ്ഞു. കാര്യം അത് ഷാജി സാറിന് സമർപ്പിക്കുന്ന ഒരു ഗുരുദക്ഷിണയായിട്ടാണ് ഞാൻ കാണുന്നത് ഈ KFM. അതുകൊണ്ട് ഞങ്ങളുടെ KSFDC പ്രവർത്തകരെല്ലാം കൂടെ അതിഭംഗിയായി അത് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ 14-ാം തീയതി രാവിലെ സൗത്ത് പാർക്കിൽ 10 മണിക്കാണ് അതിൻ്റെ ഇനോഗ്രേഷൻ. ഈ വേദി നിങ്ങളെയെല്ലാം ക്ഷണിക്കാൻ കൂടി ഞാൻ ഉപയോഗിക്കുകയാണ്. എല്ലാവരും അവിടെ എത്തണം, സഹകരിക്കണം, വിജയിപ്പിക്കണം. ഇത് ഈ വർഷം കുറെ കൂടെ വിപുലമായ രീതിയിൽ, ഇവിടെ എന്ന് പറഞ്ഞ ആശയത്തിന്റെ വിപുലത കൊണ്ട് കുറെ കൂടെ ഭംഗിയായിരിക്കും ഈ KFM എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം അടുത്ത 7 ദിവസം ആസ്വദിക്കാനും ആനന്ദിക്കാനും അതുപോലെ തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, അതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും സിനിമാ മേഖലയിലേക്ക് വന്ന് അവരുടെ കഴിവുകൾ തെളിയിക്കണമെന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഫെസ്റ്റിവലിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത് 30 വർഷം നിലനിൽക്കുന്നു എന്നുള്ളത്. ഇനിയുള്ള യാത്രയും സ്വാഭാവികമായിട്ട് ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകരെയും ചലച്ചിത്രകാരന്മാരെയും ഒക്കെ ഈ ചലച്ചിത്ര മേളകളിലൂടെ മലയാളത്തിനും കേരളത്തിലും ഇന്ത്യക്കുമൊക്കെ സമ്മാനിക്കാൻ സാധിച്ചതിനുള്ള സന്തോഷം ഞാൻ ഇതിനകത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം 88 മുതൽ ഈ ചലച്ചിത്ര മേളയുടെ, അതായത് IFFI കേരളത്തിൽ വന്ന അന്ന് ടൂറിൻ IFFI വന്നു വരുന്ന കാലം മുതൽ, ഇതിലൊരു 94 മുതൽ ഇത് കേരളത്തിൻ്റെ ചലച്ചിത്രമേളയായി മാറിയ കാലം മുതൽ ഇതിൻ്റെ പുറകെ നിൽക്കുകയും ഒപ്പം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് കാഴ്ചക്കാരനായിട്ടൊക്കെ നിന്നിട്ട് തിരിച്ചിതിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴൊക്കെ സന്തോഷമുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും ഈ ചലച്ചിത്ര മേളയിലൂടെ പുതിയ കാലത്തെ പുതിയ പ്രവർത്തകരെയും പുതിയ ചലച്ചിത്ര ബോധത്തെയും എല്ലാം കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയുണ്ട്. ഇനി വരുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഒരാഴ്ച എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്സവഭരിതമായ ഒരാഴ്ചയാണ് ഇനി അങ്ങോട്ട് നടന്നു പോകാൻ പോകുന്നത്. നമുക്ക് പലപ്പോഴും കാണാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത അന്താരാഷ്ട്ര ചിത്രങ്ങൾ നമ്മളിലേക്ക് വരുന്ന ഒരു 7 ദിവസം ഏറ്റവും നല്ലതാണ്. സിനിമാ പ്രവർത്തകർക്കെന്ന് മാത്രമല്ല, മറ്റു ഫെസ്റ്റിവലിൽ എത്താൻ കഴിയാത്ത തിരുവനന്തപുരത്തിൻ്റെയും മറ്റു പ്രദേശങ്ങളിലുമുള്ള ഉൾപ്രദേശങ്ങളിൽ മാറിക്കിടക്കുന്ന, സിറ്റിയിൽ നിന്ന് മാറിക്കിടക്കുന്നവർക്ക് പോലും വന്ന് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ചലച്ചിത്ര അക്കാദമി ഈ ഫിലിം ഫെസ്റ്റിവലിലൂടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ഒരു ബോധവൽക്കരണം, സിനിമ എന്ന് പറയുന്ന കലാ മാധ്യമത്തിൻ്റെ ബോധം, അതിനെക്കുറിച്ചുള്ള കൂടുതൽ അന്താരാഷ്ട്ര സിനിമകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഈ ഫെസ്റ്റിവൽ. ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായ ചലച്ചിത്രമേളയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഈ 30ാം എഡിഷൻ ഇനി 8 ദിവസം 82 രാജ്യങ്ങളിൽ നിന്നെത്തിയ 26 വിഭാഗങ്ങളിലെ 206 സിനിമയുടെ കാഴ്ചയുടെ വിസ്മയങ്ങൾ അനന്തപുരിയിലെത്തുന്ന ചലച്ചിത്ര പ്രേമികൾക്കും ചലച്ചിത്ര പ്രവർത്തകർക്കും ചലച്ചിത്രത്തിലെ വിദ്യാർത്ഥികൾക്കും സ്വന്തം. ഈ കാഴ്ചയുടെ വാതായനങ്ങൾ പ്രായഭേദമന്യേ എല്ലാവരും ആസ്വദിക്കട്ടെ.